തൃശൂർ എച്ചിപ്പാറയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സുരക്ഷാ മുൻകരുതലൊന്നുമില്ലാതെ യുവാക്കളെ കൊണ്ട് രാജവെമ്പാലയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. യുവാക്കൾ പാമ്പിനെ പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് ജെയ്സൺ ചാമവളപ്പിലാണ്. ജെയ്സൺ, എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ഒരു സാഹസിക പ്രകടനത്തിന് എന്തിനാണ് മുതിർന്നത്? തൃശൂർ ജില്ലയിലെ വനമേഖലയാണ്. അതോടൊപ്പം തന്നെ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നതാണ്. ചിമ്മിനി ഡാമിനോട് അടുത്ത പ്രദേശമാണ് എച്ചിപ്പാറ എന്ന് പറയുന്നത്. എച്ചിപ്പാറ ഈ സമീപിച്ച് നിരവധി പാമ്പുകൾ അതുപോലെ തന്നെ വന്യജീവികളൊക്കെയുള്ള സ്ഥലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാജവെമ്പാലയെ കണ്ടെത്തുന്നത്. ഇതിനെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമീപത്തുള്ള ആളുകളുടെ സഹായം തേടുകയായിരുന്നു. അതായത് നാട്ടുകാരുടെ സഹായം തേടുകയായിരുന്നു. ഈ നാട്ടുകാരും ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് പാമ്പിനെ പിടികൂടുന്ന ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. യാതൊരു മുൻകരുതലുമില്ലാതെ ഏറെ വിഷമുള്ള രാജവെമ്പാലയെ പിടികൂടുന്നതിന് വേണ്ടി ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും എടുക്കാതെയാണ് ഈ പ്രദേശവാസികളും ഈ പാമ്പിനെ പിടിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പാമ്പിനെ പിടിക്കുന്നു, പാമ്പ് കൊത്താനായി മുന്നോട്ടായിരുന്നു. അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലായി കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് വെള്ളത്തിലേക്ക് പോയ പാമ്പിനെ നാട്ടുകാർ പിടിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടവരുത്തിയിരിക്കുന്നത്. പാമ്പിന്റെ കടിയേൽക്കാതിരിക്കാൻ വേണ്ട പ്രാഥമികമായ ഒരു ശ്രദ്ധ പോലും ഇവർ കാണിച്ചില്ല എന്നതാണ് ഉയരുന്ന പരാതി. ഈ യുവാക്കളെ ഒരുപക്ഷെ ഈ പാമ്പ് കടിച്ചു, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പാമ്പ് കടിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അത്രയേറെ പാമ്പാണ് രാജവെമ്പാല എന്ന് പറയുന്നത്. എന്നിട്ട് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അത്തരത്തിൽ യാതൊരു പ്രിക്കോഷൻ എടുക്കാതെ ഈ പാമ്പിനെ പിടിച്ചു എന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാന പ്രശ്നം. അതാണ് നിരവധി പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ വിമർശനങ്ങൾക്കും ഇടവരുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ നടപടി വേണമെന്ന് വിവിധ സംഘടനകൾ, അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇത് നടപടി വേണമെന്ന ആവശ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ജെയ്സൺ, ഈ പാമ്പുകളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഏത് തരത്തിലാണ് ചെയ്യേണ്ടതെന്ന് മുന്നറിയിപ്പ് നൽകേണ്ടവരാണ്. അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. അതൊക്കെ നിർദ്ദേശിക്കേണ്ടവരാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിരുത്തരപരമായ ഒരു നടപടി ഉണ്ടാവുമ്പോൾ അത് വലിയ പ്രശ്നമല്ലേ? പ്രത്യേകിച്ച് ആ ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയാം, അതിന് ചുറ്റും നിറയെ ആളുകൾ നിൽക്കുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഈ വാർത്തയുടെ പ്രത്യേകതയും ഈ ദൃശ്യങ്ങളുടെ പ്രത്യേകതയും. യാതൊരു സുരക്ഷാമാനം, നമ്മൾ നാട്ടിൽ പല സ്ഥലങ്ങളിൽ നിന്നും പാമ്പുകളെ പിടിക്കാറുണ്ട്. പല വിഷമുള്ള പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയൊക്കെ പിടിക്കാറുണ്ട്, വലിയ പാമ്പുകളെ പിടിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് വേണമെന്നാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. നിയമത്തെക്കാൾ ഉപരിയായി ജീവന്റെ സുരക്ഷ എന്ന നിലയിൽ തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്ത് മാത്രമേ അത് പിടിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ വനംവകുപ്പിന്റെ ജീവനക്കാരുടെ കൂടി സാന്നിധ്യത്തിലാണ് അത്തരത്തിൽ പാമ്പിനെ പിടികൂടുന്നത് എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ നിയമം നിർദ്ദേശിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിലൂടെയാണ്. വനത്തിലും അതുപോലെ തന്നെ വന്യജീവികളെയും അതുപോലെ ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകളെ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം നിർദ്ദേശങ്ങൾ നൽകേണ്ട വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിലൊരു നിർദ്ദേശങ്ങളും പാലിക്കാതെ ഈ യുവാക്കളെ ഈ പാമ്പിനെ പിടിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിടുന്നതും അതിൻ്റെ ഒപ്പം തന്നെ ഇവരും കൂടുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാം. പക്ഷെ ഈ പാമ്പിനെ പിടികൂടുന്ന പാമ്പ് പലതവണ അപകടകരമായ രീതിയിൽ മാറുന്നുണ്ട്. പിന്നീട് പലതവണ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ട്. അവസാനം ഈ പാമ്പിനെ നാട്ടുകാർ തന്നെയാണ് പിടികൂടി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈമാറുന്നത്. അത്തരത്തിൽ ഒരു രീതിയിലുള്ള ശ്രദ്ധയുമില്ലാതെ പിടിച്ചതാണ് വലിയ വിമർശനങ്ങൾക്കും ഇപ്പോൾ ഇടവരുത്തിയിരിക്കുന്നത്. ശരി, ജെയ്സൺ ചാമവളപ്പിലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.